സൗന്ദര്യം വെളുപ്പുമായി ഒരു ഉടമ്പടിയിലും ഒപ്പുവെച്ചിട്ടില്ല. ഏതു കറുത്തവനും കറുപ്പോളം കറുത്തതല്ല, ഏതു വെളുത്തവനും വെളുപ്പോളം വെളുത്തതുമല്ല. അധികാരം വെളുപ്പിൻ്റെ ഗുണങ്ങൾ അവൻ്റെ ഗുണത്തോട് ചേർത്തു, കറുപ്പിൻ്റെ ദോഷങ്ങൾ അവൻ്റെ ദോഷങ്ങളാക്കി മാറ്റി. കറുത്തവനം വെളുപ്പിക്കുക തുടങ്ങിയ അനേകം ശൈലികളിൽ നമ്മൾ വെളുപ്പിനെ സ്തുതിക്കുന്നുണ്ട്. കൽപ്പറ്റ നാരായണൻ എഴുതിയ ഏതിലെയും മധുരിക്കുന്ന കാടുകളിൽ എന്ന പുസ്തകത്തിലെ ചെറിയൊരു ഭാഗമാണിത്. ഏതിലെയും മധുരിക്കുന്നൊരു കാട്. അത്തരമൊരു കാടിനെ ഭാഷയിൽ സൃഷ്ടിക്കുക എന്നത് സാഹിത്യത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. പുസ്തകത്തിലെ വെള്ള സോക്സിട്ട മുടിനാരുകൾ എന്ന ലേഖനത്തിലെ ഈ ഭാഗമൊന്ന് നോക്കുക. പുതിയ ലോകത്തിൽ യുവാവാണ് മേൽവിലാസക്കാരൻ. എല്ലാ സന്ദേശങ്ങളും അയാൾക്കുള്ളത്. അയാൾക്കിഷ്ടമാവുമോ എന്ന് ഉൽപ്പന്നങ്ങൾ കമനീയമായ പൊതികളിൽ കുടുങ്ങി നിൽക്കുന്നു. അയാൾക്ക് അനിഷ്ടമാവാതിരിക്കാൻ വാഹനങ്ങൾ വേഗം കൂട്ടുന്നു. യൗവനയുക്തരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു നാഗരികതയാണ് നമ്മുടേത്. അന്ധന് അന്ധതയല്ല തടസ്സം, വികലാംഗന് അംഗവൈകല്യവുമല്ല. അന്ധനെ അവഗണിച്ചു നിർമ്മിച്ച, വികലാംഗനെ അഭിസംബോധന ചെയ്യാത്ത നാഗരികതയുടെ വഴികളാണ്. യൗവനത്തിന് സഞ്ചരിക്കാവുന്ന വഴികൾ മാത്രം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാതെ എന്തു ചെയ്യും?